ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത്. അല്ലെങ്കിൽ ഡോക്ടറെ വീട്ടിൽ പോയിട്ടൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഡോക്ടർ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് രാവിലെ ഒക്കെ പോണത് കേട്ടോ. അപ്പോൾ ഏകദേശം 6:45 ടൈമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം, പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് പോണത്. അതും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം, പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ. അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇന്ന് ചെക്കപ്പിന് പോണത് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇറങ്ങുന്ന ടൈമിൽ തന്നെ, ഉണ്ണി കോളേജിൽ പോകുന്ന ടൈമിൽ തന്നെയാണ് ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7 മണി ടൈമിലാണ് കേട്ടോ നമ്മൾ ബസ് കയറാനായിട്ട് വന്ന് നിൽക്കണത്. ആ ടൈമാകുമ്പോൾ ബസ്സിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബസ്സൊക്കെ വന്ന് നമ്മൾ സേഫായിട്ട് ബസ്സിലൊക്കെ ഇരിപ്പായിട്ടാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ചെക്കപ്പിന് ഒരുമിച്ച് പോണത്. ഇതുവരെയ്ക്കും ചേട്ടനാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ചേട്ടന് ഒഴിവില്ലാത്ത ആയതുകൊണ്ടാണ് അമ്മ വന്നിട്ടുണ്ടായത്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ആദ്യമായിട്ട് പോണ കാരണം കൊണ്ടേ, അതായത് അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി. അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലോട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 7:45 ടൈമായപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് OP ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് ചെന്നിരിപ്പായി. അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പകപ്പായി. കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കേട്ടോ. ഈ കാണുന്ന തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞത് കുട്ടികളുടെ ഡോക്ടറും അതുപോലെ തന്നെ ഗൈനക്കോളജിയുടെ ഡോക്ടറും രണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇത്ര അധികം തിരക്ക്. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മരുന്ന് വാങ്ങലെല്ലാം കൂടിയിട്ട് ഒരു 10:30യുടെ ഉള്ളിൽ കഴിഞ്ഞ് പിന്നെ ഒരു 12:30 ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ചെക്കപ്പിനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോണത് കുറേ ക്ലിപ്പുകൾ കുറേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നിനും പറ്റിയില്ല. തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ കാണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്. പിന്നെ അമ്മമാർ വീഡിയോ എടുക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഏകദേശം രാവിലെ ഒരു 7 മണി ആ ഒരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 10 മണിയാകുമ്പോഴത്തേക്കും ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വീട്ടിലൊക്കെ എത്തി. പിന്നെ ഈസി ആയിട്ട് ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 5-ാം മാസത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരാഴ്ച മുന്നാണ് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഇന്നാണ് നമുക്ക് ഡോക്ടറെയൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതൊക്കെ ഓക്കെയാണ്, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 5-ാം മാസത്തെ സ്കാനിങ് എന്ന് പറയുന്നത് മറ്റേ 4D അനോമലി സ്കാനിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുട്ടിയുടെ കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ ഹാർട്ട്, അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യണ ഒരു സ്കാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ സ്കാനിങ്ങിന് ഒരു 20 മിനിറ്റോളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് നമ്മുടെ കുട്ടീനെ ആദ്യമായിട്ട് നമുക്ക് കാണാനൊക്കെ പറ്റണത് ഈ ഒരു സ്കാനിങ്ങിലാണ് കേട്ടോ. അതെനിക്കിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് ഡോക്ടറെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, കാണിക്കുമ്പോൾ ഇനി എന്താ ഡോക്ടർ പറയാമെന്നൊക്കെ. അപ്പോൾ കാണിച്ചപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, നോർമലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കണേന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഡോക്ടറുടെ വീട്ടിലേക്ക് തന്നെ പോവാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരണം, അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്കറിയാത്ത കാരണം കൊണ്ട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു.
അതും കൂടി കുറച്ച് പകപ്പ്, എവിടെ പോയിട്ട് എങ്ങനെ OP ടിക്കറ്റ് എവിടെ എടുക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നില്ല. അതൊക്കെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നൊക്കെ ചെയ്തു വന്നപ്പോൾ സെറ്റായിട്ടാ, വേഗം കാണിക്കാൻ പറ്റി അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് എന്നൊക്കെ പറയാനുള്ളത്. നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ 4 ആഴ്ച കഴിഞ്ഞിട്ട് കാണാൻ വരാനാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്യണം, ഇനി അടുത്ത വട്ടം ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, BP ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റും അത് നോർമൽ എന്നും ചെക്ക് ചെയ്യണതാണല്ലോ എല്ലാ വട്ടം ചെല്ലുമ്പോൾ, അതൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ചെക്കപ്പിന് പോയ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം ഞാൻ എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് എന്തായാലും പറയാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.